നീറ്റ് ചോദ്യചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ച സമരത്തിൽ ഇന്ന് നിർണായക ചർച്ച നടക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന CJPയുമായി ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30-ക്കാണ് ചർച്ച. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പകരം കേന്ദ്ര സർക്കാർ വകുപ്പ് മാറ്റം ആലോചിക്കുകയാണെന്നും ഈ തീരുമാനം ഇന്നത്തെ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുമെന്നുമാണ് സൂചനകളുള്ളത്. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ ഉണ്ടായേക്കുമെന്നും അതിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പ് മാറ്റിയേക്കുമെന്നുള്ള അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനമായ ഒഡീഷയിലേക്ക് പ്രവർത്തന കേന്ദ്രം മാറ്റണമെന്ന ആഗ്രഹം ധർമ്മേന്ദ്ര പ്രധാനും പ്രകടിപ്പിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞൊരു വിട്ടുവീഴ്ചയില്ലെന്നും ചർച്ച പരാജയപ്പെട്ടാൽ സമരം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുമെന്നും CJP പറയുമ്പോൾ പല സംസ്ഥാനങ്ങളിലും ജനകീയ പ്രക്ഷോഭങ്ങൾ സജീവമാകുന്നതും BJP സർക്കാരുകൾക്ക് തലവേദനയാകുകയാണ്. അയോധ്യ ക്ഷേത്ര സംഭാവന കൊള്ളയിൽ UP ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം പുകയുന്നതിനിടെയാണിത്. മധ്യപ്രദേശിൽ കെൻ ബെത്വ നദീജല സംയോജന പദ്ധതിക്കെതിരെ ആദിവാസി വനിതകൾ നടത്തുന്ന സമരം മോഹൻ യാദവ് സർക്കാരിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 44,000 കോടി രൂപ ചെലവുള്ള പദ്ധതിയുടെ നിർമ്മാണം 2024 ഡിസംബർ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഛത്തർപൂർ ജില്ലയിലെ 14 ഗ്രാമങ്ങളും പന്ന ജില്ലയിലെ 8 ഗ്രാമങ്ങളും ഒഴിപ്പിക്കണമെന്നതാണ് ഭരണകൂടം നേരിടുന്ന വെല്ലുവിളി. ഈ പദ്ധതി 7,193 കുടുംബങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ കണക്ക്. അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും നഷ്ടപരിഹാര വ്യവസ്ഥകൾ പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് ആദിവാസി വനിതകൾ പ്രക്ഷോഭം തുടരുകയാണ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ജലസത്യാഗ്രഹം, ചിത സത്യാഗ്രഹം എന്നിവ നടത്തിയിരുന്നു. സമരത്തിന് പിന്തുണയുമായി നിരാഹാര സമരത്തിലായിരുന്ന സാമൂഹ്യ പ്രവർത്തകൻ അമിത് ഭട്നഗറിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. പ്രതീകാത്മക ചിതകൾ തകർത്ത് സമരക്കാരിൽ പലരെയും പോലീസ് ഒഴിപ്പിച്ചെങ്കിലും ഇവിടെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. ഗുജറാത്തിലെ മോർബിയിൽ കൃഷിസ്ഥലങ്ങളിലൂടെ വൈദ്യുതി വിതരണ ശൃംഖല സ്ഥാപിക്കാനുള്ള പദ്ധതിക്കെതിരെ കർഷകർ കടുത്ത പ്രതിഷേധത്തിലാണ്. അദാനി എനർജി സൊല്യൂഷൻസിന്റെ 756 kV ഡബിൾ സർക്യൂട്ട് ലൈനിന് 246 കിലോമീറ്ററാണ് ദൈർഘ്യം. ഏതാനും ദിവസം മുമ്പ് വൻ പ്രതിഷേധ റാലി നടത്തിയ കർഷകർ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാൻ ആഹ്വാനം നൽകിക്കഴിഞ്ഞു. ഉത്തരാഖണ്ഡിൽ ബനിയാവാല ഋഷികേഷ് ഹൈവേക്കായി മരങ്ങൾ മുറിക്കാനുള്ള നീക്കം പ്രതിഷേധത്തെ തുടർന്ന് സർക്കാരിന് മരവിപ്പിക്കേണ്ടി വന്നു. 4,369 മരങ്ങൾ മുറിക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രദേശവാസികളും സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തി. റോഡ് തടഞ്ഞും മരങ്ങൾ കെട്ടിപ്പുണർന്നും ഇവർ ഒരാഴ്ചയിലേറെ നടത്തിയ സമരം ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ്. മരങ്ങൾ മുറിക്കുന്നത് നിർത്തിവെക്കാൻ കഴിഞ്ഞ ശനിയാഴ്ച മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉത്തരവിട്ടു. ഇതിനകം 400 മരങ്ങൾ മുറിച്ചെങ്കിലും പ്രതിഷേധം ഫലം കണ്ടതിന്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ. Waytonikah.com, the exclusive Muslim matrimonial site.